പോറ്റിയെ കേറ്റിയെ പാട്ടിൽ കേസ് എടുത്തതിന് പിന്നാലെ തുടർ നീക്കങ്ങളിലേക്ക് കടന്ന സൈബർ ക്രൈം പോലീസ് പ്രതി ചേർത്തവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് നീക്കം. വിവിധ സൈറ്റുകളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യുന്നതിന്റെ സാധ്യതകളും സൈബർ ക്രൈം പോലീസ് പരിഗണിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, വലിയ തോതിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തരംഗം സൃഷ്ടിച്ച ഒരു ഗാനം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് UDF-ന് വലിയ മേൽക്കൈ നേടാൻ സഹായിച്ചു. BJP-യും ഈ ഗാനത്തിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ CPIM നേതാക്കളൊക്കെ വലിയ തോതിൽ ഈ ഗാനത്തെ എതിർക്കുകയാണ്. പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇനി തുടർ നീക്കങ്ങൾ എന്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 299, 353 തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ പാട്ട് എഴുതിയ ആൾക്കും പാടിയ ആൾക്കും അതോടൊപ്പം ഇത് പ്രചരിപ്പിച്ച CMS മീഡിയ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് 4 പേരെ പ്രതി ചേർത്തുകൊണ്ട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം കേസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ ആദ്യഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതായത് ഒരു പാരഡിക്കെതിരെ ഇങ്ങനെ കേസെടുക്കാമോ എന്നതായിരുന്നു ആശയക്കുഴപ്പം. അതേസമയം ഇതൊരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന് DGPക്ക് തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി അയച്ച പരാതിയിൽ പറയുന്നുണ്ട്. അതേ വിഷയം തന്നെയാണ് FIR-ലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പരാതിക്കാരന്റെയും ആ വിശ്വാസ സമൂഹത്തിന്റെയും വിശ്വാസത്തെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. അതിൽ അയ്യപ്പ ഗാനത്തെ വികലമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നൊക്കെയായിരുന്നു പരാതി. അതുതന്നെയാണ് FIR-ലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഈ പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന്, YouTube ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിപ്പിക്കാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച ആകാംക്ഷ ഏറുന്നത്. അതേസമയം അത്തരത്തിൽ ഈ ഒരു പാട്ടിന് നേരെ അങ്ങനെ ഒരു നടപടി, ഈ പാരഡിക്ക് നേരെ ഒരു നടപടി ഉണ്ടായാൽ സമാനമായ തരത്തിൽ ആക്ഷേപഹാസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടികൾ നേരത്തെയും പാരഡികളായി പ്രചരിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളായി രാഷ്ട്രീയ പാർട്ടികൾ വിമർശനങ്ങൾ പാരഡികളുടെ രൂപത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ മാത്രം കണ്ടാൽ മതി ഇതിനെ എന്ന് ഇടതുപക്ഷത്തിൽ തന്നെ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. പക്ഷേ മറുവിഭാഗമാണ് കടുത്ത നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാട്ടിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും രണ്ടാം ഭാഗം കൂടെ പുറത്തു വരാനിരിക്കുകയാണെന്നും ഇതിന്റെ നിർമ്മാതാക്കൾ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് പിന്നാലെയാണ് FIR രജിസ്റ്റർ ചെയ്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ട നടപടിയായി ഈ 4 പേർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുകയായിരിക്കും സൈബർ ക്രൈം പോലീസ് നടത്തുക. അതിനുശേഷമായിരിക്കും ഇവർ ഈ പാട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ച, ഇത് പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തുടർ നീക്കങ്ങളിലേക്ക് കിടക്കുക. എന്തായാലും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കാര്യത്തിലൊരു തുടർ തീരുമാനം അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചന. ഇതാണ്. അപ്പം ഡാൻ, ഇതിലിപ്പോൾ ഈ ഗാനത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിയമപരമായി തന്നെ ഇതിനെ നേരിടും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോഴും അവർ മറ്റ് സാങ്കേതികമായി അറസ്റ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള കടുത്ത നടപടികളിലേക്ക് പോകും അന്വേഷണ സംഘം, അങ്ങനെയൊക്കെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? അവരുടെ ഭാഗത്ത് നിന്ന് ഇതിനെ നേരിടാനുള്ള അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ മുൻകൂർ ജാമ്യമോ അല്ലെങ്കിൽ കോടതിയെ തന്നെ നേരിട്ട് സമീപിക്കുന്ന ഒരു സാഹചര്യമോ ഒക്കെയാണോ ഉള്ളത്? അത്തരം നീക്കങ്ങളിലേക്ക്, അതായത് ഇതിന് FIR രജിസ്റ്റർ ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരോപണ വിധേയരായിരിക്കുന്നവരും തീർച്ചയായിട്ടും നിയമ സംവിധാനങ്ങളുടെ സംരക്ഷണം തേടും. പ്രതിപക്ഷ നേതാവ് അടക്കം അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ അഭിഭാഷകരെ അടക്കം, അതായത് അവർക്ക് നിയമപരമായ പരിരക്ഷ ഒരുക്കാനുള്ള ഒരു നീക്കം ഇതിന്റെ രാഷ്ട്രീയ നേട്ടം ലഭിച്ച കക്ഷി എന്ന നിലയിൽ UDF-ന്റെ കോൺഗ്രസ് നേതാക്കളെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിടുക്കത്തിൽ ഒരു നടപടിയിലേക്ക് സൈബർ പോലീസ് കടക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ തന്നെ ആ കേസ് രജിസ്റ്റർ ചെയ്തതിനെതിരെ തന്നെ വലിയ വിമർശനങ്ങൾ വരികയാണ്. അതിനിടയിൽ അവർക്കെതിരെ ഒരു കടുത്ത നീക്കത്തിലേക്കൊക്കെ കടന്നാൽ അത് കൂടുതൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു നടപടിയായി മാറും. അങ്ങനെയൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത നന്നായി കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം അവർക്ക് നോട്ടീസ് നൽകി അവരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച ശേഷം മാത്രം തുടർ നടപടികൾ മതി എന്നൊരു തീരുമാനത്തിലേക്ക് സൈബർ പോലീസ് എത്തുന്നതെന്നാണ് സൂചന. അതാണ്. എന്തായാലും പാരഡി ഗാനത്തിന് നേരെ കേസെടുത്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോകുന്നു നമ്മുടെ സൈബർ സംവിധാനം എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അതിനെ നിയമപരമായി തന്നെ നേരിടും എന്നാണ് ഈ ഗാനത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ പറയുന്നത്. ഒപ്പം കോൺഗ്രസ് ഈ ഗാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പൂർണ്ണമായ പിന്തുണയും നൽകുകയാണ്.